ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന്തര വരകളാണ് കേട്ടോ. നമ്മുടെ SCERT 7ാം ക്ലാസ്സിൽ വരുന്ന ടോപ്പിക്കാണ് സമാന്തര വരകൾ, പാരലൽ ലൈൻസ് എന്ന് നമ്മൾ വിളിക്കും. അപ്പം അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരുന്ന എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന കുട്ടികൾ മസ്റ്റായിട്ടും ഈ ടോപ്പിക്ക് പഠിക്കുക. ഈ കഴിഞ്ഞ CPO ഡ്രൈവർ പരീക്ഷയിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം എന്താണെങ്കിലും ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. സമാന്തര വരകൾ എന്താണ്? സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് വരകളെയാണ് നമ്മൾ സമാന്തര വരകൾ എന്ന് വിളിക്കുക കേട്ടോ. അപ്പം നമ്മൾ അവരെ എത്ര നീട്ടിയെന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്യില്ല, പരസ്പരം കൂട്ടിമുട്ടില്ല. ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നില്ല, ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അവരൊരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടിമുട്ടാതെ എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റുന്ന വരകളെയാണ് സമാന്തര വരകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ സമാന്തര വരകളെ ഞാൻ മറ്റൊരു വര വെച്ചങ്ങ് മുറിച്ചു എന്ന് വിചാരിക്കുക. വേറൊരു വര നമ്മൾ ആ രണ്ട് വരകളെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ കടത്തി വിടുകയാണെങ്കിൽ നമുക്കിവിടെ കുറേ ആംഗിൾ കിട്ടുന്നില്ലേ? നോക്കിക്കേ, ഇവിടെ എനിക്കൊരു കോണുണ്ടാവുന്നുണ്ട്, ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് കോണുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഓരോ കോണുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സമാന്തര വരകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നോക്കിക്കേ, ഇതാണ് നമ്മളുടെ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. അതിനെ ഞാനൊരു ട്രാൻസ്വേഴ്സൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റൊരു വര ഉപയോഗിച്ച് എന്ത് ചെയ്തു, അവരെ തമ്മിൽ ഞാൻ കണക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ രണ്ട് ആംഗിളുകൾ നോക്കിക്കേ, ഈ ആംഗിളുകളുടെ പ്രത്യേകത എന്താണെന്ന്, ഈ മുകളിലത്തെ വരയുടെ മുകളിൽ ഉണ്ടാവുന്ന ആംഗിളും താഴത്തെ വരയുടെ മുകളിൽ ഉണ്ടാവുന്ന ആംഗിളുകളും ഇതുപോലെ ഒരു ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ മറ്റൊരു വര ഉപയോഗിച്ച് രണ്ട് സമാന്തര വരകളെ മുറിച്ചാൽ ആ വര മുകളിലായി ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടോ, ഈ ആംഗിളുകൾ എപ്പോഴും തുല്യമായിരിക്കും. മനസ്സിലായോ? അപ്പം ഞാൻ ഇതിനെ ഒന്നെന്ന് വിളിച്ചു, ഇതിനെ രണ്ടെന്ന് വിളിച്ചു. അപ്പം ആംഗിൾ ഒന്നെന്ന് പറയുന്നത് ആംഗിൾ രണ്ടിന് തുല്യമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പം നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ അവരെ വേറൊരു വര ഉപയോഗിച്ച് മുറിച്ചാൽ ആ വര ആ ലൈനിൻ്റെ മുകളിലായി ഉണ്ടാക്കുന്ന ആംഗിളുകൾ, ഈ വരയുടെ മുകളിലാണ് ഈ വരയുടെ മുകളിലാണ്, അവർ തമ്മിൽ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന ആംഗിളുകൾക്ക് നമ്മളൊരു പേര് വിളിക്കും, സമാന കോണുകൾ എന്ന് വിളിക്കും കേട്ടോ. സമാന കോണുകൾ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾ. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അപ്പം അതേ നമ്മൾ സമാന കോണുകൾ അല്ലെങ്കിൽ എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ട് ലൈന് അതിൻ്റെ മുകളിലായിട്ട് ആ ലൈൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്, കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പുറത്തും വരയ്ക്കത്തില്ലേ? ദേ ഈ ആംഗിളിനെ ഞാൻ 3 എന്ന് വിളിച്ചാൽ, ഈ ആംഗിളിനെ ഞാൻ 4 എന്ന് വിളിച്ചാൽ ആംഗിൾ 3ഉം ആംഗിൾ 4ഉം തുല്യമായിരിക്കും. ശരിയല്ലേ? അവരും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിളുകളാണ് അല്ലെങ്കിൽ സമാന കോണുകളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു, സമാന കോണുകൾ എപ്പോഴും രണ്ട് സമാന്തര വരകൾക്ക് തുല്യമായിരിക്കും. അപ്പം രണ്ട് വരകൾ സമാന്തര വരകളാണ് അല്ലെങ്കിൽ പാരലൽ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സമാന കോണുകൾ എപ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും. ക്ലിയർ ആണോ? ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും, ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇതും 120 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൂടെ നോക്കിക്കേ, ദേ ഇവിടെ ഒരു വരയുണ്ടല്ലേ, ഈ വരയെ ഞാൻ ഒരു ലൈൻ വെച്ച് മുറിച്ചു. അപ്പോൾ ദേ ഇവിടുത്തെ ആംഗിളിനെ ഞാൻ 3 എന്ന് വിളിച്ചു, ഇവിടുത്തെ ആംഗിളിനെ ഞാൻ 1 എന്ന് വിളിച്ചു. ഇവിടെ എഴുതിയേക്കുന്ന കാര്യം ഒന്ന് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? നമ്മൾ ആംഗിൾ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കൊരു പോയിന്റ് ഇട്ടാൽ ആ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. നമ്മൾ അങ്ങനെ പഠിച്ചതായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ പകുതി കാര്യം ആവശ്യമുള്ളൂ. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുഴുവൻ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1ഉം ആംഗിൾ 3ഉം കൂടെ കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടണം,
180 എന്ന് കിട്ടണം. ശരിയല്ലേ? ആംഗിൾ 1ഉം ആംഗിൾ 3ഉം കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പറയാലോ, ആംഗിൾ 2ഉം ആംഗിൾ 4ഉം കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ക്ലിയർ ആണല്ലോ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ മുഴുവൻ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. പകുതി നമുക്കറിയാമെങ്കിൽ ബാക്കി പകുതി കണ്ടുപിടിക്കാൻ 180 നിന്നും തന്നിരിക്കുന്ന ആംഗിൾ കുറച്ചാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും കേട്ടോ, ചോദ്യം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സമാന കോണുകൾ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ 2 ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ക്ലിയർ ആയല്ലോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. ദേ 2 വരകൾ പാരലൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 2 സമാന്തര വരകളെ മറ്റൊരു വര ഉപയോഗിച്ച് മുറിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ആംഗിൾ 100 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിഗ്രിയുടെ വില കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിക്കേ, ഇവിടെ 100 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടുത്തെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? മൊത്തത്തിൽ ആ ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പം ഇത്ര ഭാഗം 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയേ വരുള്ളൂ? 80 ഡിഗ്രിയേ വരത്തുള്ളൂ. അപ്പം അതേ നമുക്ക് 100ഉം 80ഉം 180 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ പഠിച്ചു അല്ലേ? സമാന കോണുകൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. 2 വരകളെ ഒരു വര ഉപയോഗിച്ച് മുറിച്ചു. മുകളിലായി ഉണ്ടാക്കുന്ന ആംഗിളുകൾ എപ്പോഴും തുല്യമായിരിക്കും. സമാന കോണുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ആംഗിൾ ഇവിടെ എത്രയാണ്? 80 ഡിഗ്രിയാണ് നമ്മളുടെ ഉത്തരം. ക്ലിയർ ആയല്ലോ? 2 പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തു കേട്ടോ. ഇനി ഈ 2 പേരും അകത്തായി ഉണ്ടാക്കുന്ന ആംഗിളുകൾ നോക്കിക്കേ. ഒരു ഇസഡ് പോലത്തെ ഒരു രൂപം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇസഡ് പോലെ ഒരു രൂപം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇസഡിൻ്റെ 2 അകത്ത് വരുന്ന ആംഗിളുകളെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിളുകൾ എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇവിടെ നമുക്കൊരു ഇസഡ് കിട്ടുന്നില്ലേ? ദേ കണ്ടോ, എൻ്റെ ഇസഡാണിത്. ഇസഡിൻ്റെ അകത്തുള്ള ആംഗിളും ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് എതിർ ദിശയിൽ വരുന്ന ആംഗിളും അവർ തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ. കേട്ടോ, മറന്നു പോവല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ മറുകോണുകൾ എന്ന് വിളിക്കും. എന്താണ്? മറുകോണുകൾ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സമാന കോണുകൾ, മറുകോണുകൾ. മറുകോണുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് നോക്കിയാൽ മതി? ഇസഡ് പോലെ ഒരു സ്ട്രക്ചർ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ 2ൻ്റെയും അകത്ത് വരുന്ന ആംഗിൾ ആണ് എന്ത്? നമ്മുടെ മറുകോൺ എന്ന് പറയുന്നത്. അതെപ്പോഴും തുല്യമായിരിക്കും. ഇനി നമുക്ക് നേരെ മറിച്ച് ഇങ്ങനെയാണ് തന്നേക്കുന്നതെങ്കിലോ, ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അവിടെ ഒരു ഇസഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതെ, നമുക്കൊരു ഇസഡ് ഫോം ചെയ്യാം. ഈ ആംഗിളും ഈ ആംഗിളും ആണ് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? എങ്ങനെയാണോ വരയ്ക്കുന്നത് അവിടെ ഒരു ഇസഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇസഡിൻ്റെ അകത്ത് വരുന്ന ആംഗിളും പിന്നെ എന്താണ് താഴെ വരുന്ന ആംഗിളും അത് തമ്മിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അവരെപ്പോഴും തുല്യമായിരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് വിളിക്കും. മറുകോണുകൾ എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദ്യം ഇതാണ്. നമുക്കിതേ 2 പാരലൽ വരകൾ തന്നിട്ടുണ്ട്. അതിനെ മറ്റൊരു വര ഉപയോഗിച്ച് മുറിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിഗ്രിയുടെയും വൈ ഡിഗ്രിയുടെയും വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഡിഗ്രിയുടെയും വൈ ഡിഗ്രിയുടെയും വില എങ്ങനെ കാണാം? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം. എന്താണ്? ദേ ഒരു വരയുടെ മുകളിൽ ഉണ്ടാവുന്ന ആംഗിളും മറ്റേ വരയുടെ മുകളിൽ ഉണ്ടാവുന്ന ആംഗിളും തുല്യമാണ്. സമാന കോണുകൾ. ഈ വൈ ഡിഗ്രി എത്ര തന്നെ വരും? 60 ഡിഗ്രി തന്നെ വരും. കണ്ടോ, ഇത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ആലോചിക്കുക. ഓൾട്ടർനേറ്റ് ആംഗിൾ, മറുകോണുകൾ. എപ്പോഴാണ് മറുകോണ് വരിക? ഇസഡ് പോലെ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ദേ എനിക്ക് ഇസഡ് പോലെ കിട്ടി. ഇസഡിൻ്റെ അകത്ത് വരുന്ന ആംഗിളും നേരെ പുറത്ത് വരുന്ന ആംഗിളും തുല്യമാണ്. മറുകോണുകൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പം ആദ്യത്തെ സമാന കോണുകൾ, രണ്ടാമത്തത് മറുകോണുകൾ. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയേ വരുള്ളൂ? 60 ഡിഗ്രി തന്നെ വരുള്ളൂ. കണ്ടോ? അപ്പം നമുക്ക് ഉത്തരം എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു വരയുണ്ട്.
പാരലൽ ലൈൻസിന് മാത്രമല്ല, ഒരൊറ്റ വരയുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു വരയെ മറ്റൊരു വര ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മൾ അതിൽ കൂടെ കടത്തി വിട്ടു. അപ്പം നമുക്കിവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു കുത്തുണ്ടാവുന്നില്ലേ, ഒരു വെർട്ടെക്സ് ഉണ്ടാവുന്നില്ലേ, ഒരു മൂല അവിടെ ഉണ്ടാവുന്നില്ലേ? ആ വെർട്ടെക്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവുന്ന ആംഗിളുകൾ എപ്പോഴും തുല്യമായിരിക്കും. മനസ്സിലായോ? ഒരു വരയെ മറ്റൊരു വര ഉപയോഗിച്ച് നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റായി വരുന്ന കോണുകൾ എപ്പോഴും തുല്യമായിരിക്കും. ഇപ്പം പാരലൽ ലൈൻസ് ആവണമെന്നൊന്നുമില്ല, ഒരു വര മതി അവിടെ. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒരു വര, ആ വരയെ വേറെ ലൈൻ ഉപയോഗിച്ച് മുറിച്ചു. അപ്പം നമുക്ക് അവിടെ എന്തുണ്ടായി? ഒരു വെർട്ടെക്സ് ഉണ്ടായല്ലോ. ആ വെർട്ടെക്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവുന്ന ആംഗിൾ എപ്പോഴും തുല്യമായിരിക്കും. ഇത് 60 എന്ന് കിട്ടിയാൽ ഇതും 60 ആവത്തുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെ പറയാലോ, ഇതൊരു വെർട്ടെക്സ് ആണ്, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും. കണ്ടോ? അപ്പം നമുക്ക് എന്തൊക്കെ പഠിച്ചു? മറുകോണുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇസഡ് വരയ്ക്കുക, മറുകോൺ കണ്ടുപിടിക്കാം. സമാന കോണുകളെ പറ്റി നമ്മൾ പഠിച്ചു. 2 വര അതിനെ ഭേദിച്ചുകൊണ്ട് മറ്റൊരു വര പോവുകയാണെങ്കിൽ രണ്ടുപേരും മുകളിലായി ഉണ്ടാക്കുന്ന ആംഗിളുകളാണ് നമ്മുടെ സമാന കോണുകൾ എന്ന് പറയുന്നത്. അതും തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് എന്താ പഠിച്ചേ? നമ്മളൊരു വെർട്ടെക്സ് കിട്ടുകയാണെങ്കിൽ, ഒരു വരയെ വേറൊരു വരയെ ഉപയോഗിച്ച് മുറിച്ചാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു വെർട്ടെക്സ് കിട്ടും. ആ വെർട്ടെക്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവുന്ന ആംഗിളുകൾ എപ്പോഴും തുല്യമായിരിക്കും കേട്ടോ. അങ്ങനെയാണെന്തേ ഈ ആംഗിളും തുല്യമായിരിക്കും. ശരിയല്ലേ? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുകൾ എപ്പോഴും തുല്യമായിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? ഇനി അതുപോലെ നമ്മളിപ്പോൾ 3 കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അത് 3 അറിയാമെങ്കിൽ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണേ, നമുക്കിവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്, 2 വരകൾ തന്നിട്ടുണ്ട്, എ ബിയും സി ഡിയും സമാന്തര വരകളാണെന്ന് തന്നിട്ടുണ്ട്. സമാന്തര വരകളാണെന്ന് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എഴുതുക. എ ബി എന്ന് എഴുതിയിട്ട് 2 വര ഇട്ടിട്ട് സി ഡി എന്ന് എഴുതും. അപ്പം എ ബിയും സി ഡിയും പാരലൽ ആണ്, സമാന്തര വരകളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മുറിച്ചുകൊണ്ട് നമുക്ക് എന്ത് പോകുന്നുണ്ട്? ഒരു ട്രാൻസ്വേഴ്സിൽ പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഇവിടെ കുറേ ആംഗിളുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ആംഗിളാന്ന് നോക്കിക്കേ. ഈ അകത്തുള്ള ആംഗിൾ കണ്ടുപിടിക്കണം, ഈ 2 പുറത്തുള്ള ആംഗിളുകളും കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കിതിനെ 3 പേര് കൊടുക്കാം. ഇതിനെ എക്സ് എന്ന് വിളിക്കാം, ഇതിനെ വൈ എന്ന് വിളിക്കാം, ഇതിനെ ഇസഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആലോചിക്കുക. ഇതൊരു പാരലൽ ലൈൻ ആണ്, ഇതൊരു പാരലൽ ലൈൻ ആണ്. നമ്മൾ എന്താ പഠിച്ചേ? 2 പാരലൽ ലൈനിനെ ഇതിപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചേക്കുന്നത്. അപ്പോൾ 2 പാരലൽ ലൈനിനെ ഒരു വര ഉപയോഗിച്ച് മുറിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം അല്ലേ? സമാന കോണുകളെ പറ്റി അറിയാം, മറുകോണുകളെ പറ്റി അറിയാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളുകളെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കിക്കോ, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ നടുക്കത്തെ ആംഗിൾ എത്രയായിരിക്കും? ഒരു പ്രോപ്പർട്ടിയും കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്നാണ് ഉത്തരം കിട്ടണ്ടേ. മനസ്സിലായോ? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടണം. അത് നമ്മൾ ഓൾറെഡി ബഹുഭുജങ്ങൾ പഠിച്ച സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നേ. അപ്പം 3 കോണുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊരു ത്രികോണം അല്ലേ? അപ്പം ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. അപ്പം മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 60ഉം 30ഉം 90 ഡിഗ്രി. 180ൽ നിന്നും 90 കുറയ്ക്കുക. കാരണം എന്താ? 60 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി പ്ലസ് വൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിക്ക് തുല്യമാണ്. അപ്പോൾ വൈയുടെ വില കാണാൻ 180ൽ നിന്നും 60ഉം 30ഉം 90 കുറച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 90 ഡിഗ്രി എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 90 ഡിഗ്രി. ഞാൻ എഴുതി കൊടുത്തു, 90 ഡിഗ്രി. ഇനി നമുക്ക് എക്സും വൈ ഇസഡും കണ്ടുപിടിക്കണം. എക്സും ഇസഡും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഓൾട്ടർനേറ്റ് ആംഗിളുകൾ നോക്കിയാൽ മതി, മറുകോണുകൾ. ഇവിടെ ഒരു ഇസഡ് ഉണ്ടാവുന്നില്ലേ? കണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന ഇസഡ്. അതിൻ്റെ ഉള്ളിലും പുറത്തും വരുന്ന ആംഗിളുകൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ ഇസഡ് എന്ന് പറയുന്നത്. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഇസഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഇസഡിൻ്റെ അകത്തും പുറത്തുമുള്ള ആംഗിളുകൾ തുല്യമായിരിക്കും. ഇനി
നമുക്ക് 30 ഡിഗ്രിയും കിട്ടി 90 ഡിഗ്രിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത്രയും ഭാഗം 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം? ദേ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഉണ്ട്. മൊത്തമുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അതിൽ പകുതി ആംഗിൾ നമുക്ക് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനെ ബാക്കി പകുതി എത്രയായിരിക്കും? 90 തന്നെ ആയിരിക്കില്ലേ? കാരണം 90ഉം 90ഉം കൂടെ കൂട്ടിയാലല്ലേ 180 കിട്ടുകയുള്ളൂ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പകുതി ആംഗിൾ 90 ആണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ ആൻസർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പകുതി എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 ആംഗിളുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 എന്ന് കിട്ടണം. അപ്പോൾ അതേ നമുക്ക് എല്ലാവരുടെയും വാല്യൂസ് കിട്ടി. എക്സിൻ്റെ വില 90, വൈയുടെ വില 90, ഇസഡിൻ്റെ വില 30 ഡിഗ്രി. ക്ലിയർ ആയോ? ഈ 3 പ്രോപ്പർട്ടീസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് എല്ലാവരുടെയും ആംഗിൾ മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്തായാലും തറവായിട്ട് പഠിക്കുക. ഒരു ചോദ്യം SCRTയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യം നമുക്ക് ചെയ്യാം. അതും കൂടെ ചെയ്തിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്: ABയും CDയും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക. 2 കോണ് തന്നിട്ടുണ്ട് കേട്ടോ. ആംഗിൾ A എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. ആംഗിൾ B എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോണുകളും കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് നീട്ടി വരച്ചാൽ മതി കേട്ടോ. നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. കണ്ടോ, 2 പാരലൽ വരകളുണ്ട്. അതിന് ഇവിടെ നിന്നും ഒരു വര വെച്ച് മുറിച്ചു, ഇവിടെ നിന്നും ഒരു വര വെച്ച് മുറിച്ചു. 2 വരകൾ ഉപയോഗിച്ച് മുറിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 പാരലലായ വരകളെ വേറൊരു വര ഉപയോഗിച്ച് മുറിച്ചാൽ 2 ലൈനുകളുടെയും മുകളിലായി ഉണ്ടാവുന്ന ആംഗിളുകൾ തുല്യമായിരിക്കും, സമാന കോണുകൾ. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഇനി അതുപോലെ തന്നെ ഇവിടെയും ചിന്തിക്കാമല്ലോ. 2 ലൈൻസ് നമുക്ക് പാരലൽ ആണ്. അതിനെ വേറൊരു വര ഉപയോഗിച്ച് മുറിച്ചാൽ 2 പേരുടെയും മുകളിലായി ഉണ്ടാവുന്ന ആംഗിളുകൾ തുല്യമാണ്. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇതും 70 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഇനി ആംഗിൾ E കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു ട്രയാങ്കിൾ ഏത് വേണേലും എടുക്കാം, ചെറുതോ വലുതോ ഏതോ ആയിക്കോട്ടെ. ട്രയാങ്കിളിൻ്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് കിട്ടണം. ഇപ്പം 2 കോൺ നമുക്കറിയാം, 70 ഡിഗ്രിയും 60 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ആംഗിൾ Eയും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടണം. അപ്പം ആംഗിൾ Eയുടെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്നും 70 + 60 കുറയ്ക്കുക. അപ്പം 70 60 എത്രയാണ്? 130 അല്ലേ? അപ്പം 180ൽ നിന്നും 130 ഡിഗ്രി കുറച്ചാൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടിയ? 50 ഡിഗ്രി എന്നാണ് ഉത്തരം കിട്ടുന്നത്. 50 ഡിഗ്രിയാണ് നമ്മളുടെ ആൻസർ. അപ്പം ആംഗിൾ E എത്ര വന്നു? 50 ഡിഗ്രി എന്ന് വന്നു. കണ്ടോ? അപ്പം നമ്മൾ എല്ലാ കോണുകളും കണ്ടുപിടിച്ചില്ലേ? ഇതുപോലെ ഈ 3 പ്രോപ്പർട്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഉത്തരം കണ്ടുപിടിക്കാം. ഇനി ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 70 ഡിഗ്രി ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് 60 ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊരു വര വരച്ചാൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഒരു വെർട്ടെക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ എപ്പോഴും തുല്യമായിരിക്കും. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഫൈൻ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.